നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം NSS കോളേജിൽ വീണ്ടും പ്രതിഷേധം. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും SFI പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് KSUവുമാണ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. പ്രശ്നങ്ങൾ അച്ചടക്ക സമിതി അന്വേഷിക്കും. പമ്പിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിളയൂരിൽ കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധം. നിർത്തിവെച്ച കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ കാലിക്കുടങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ചാത്തന്നൂരിൽ നടന്നുവന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. പറളി ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂളുകളിലും പറളിയുടെ തേരോട്ടം. സർക്കാർ ഫണ്ട് ലഭിച്ചില്ല. ലൈഫ് ഭവന പദ്ധതിയിലെ 143 ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കാൻ തുക അനുവദിച്ച് മണ്ണാർക്കാട് നഗരസഭ. ആദ്യ ഗഡു വിതരണം ചെയ്തു. മുഴുവൻ തുകയും നഗരസഭ നൽകുമെന്ന് ചെയർമാൻ. ചെർപ്പളശ്ശേരിയിൽ വികസന മുന്നേറ്റ ജാഥയുമായി CPM. 3 ദിവസത്തെ ജാഥയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ചെർപ്പളശ്ശേരിയിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPM നേതാക്കൾ. വാർത്തകളിലേക്ക് വിശദമായി. ഒറ്റപ്പാലം NSS കോളേജിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ SFI KSU പ്രതിഷേധം. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും SFI പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് KSUവുമാണ് പ്രതിഷേധം നടത്തിയത്. പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന ബോർഡ് എഴുതി ഒട്ടിച്ചായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ KSU പ്രവർത്തകയെ മർദ്ദിച്ച സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു KSU പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു SFI പ്രതിഷേധം. ഇതിനിടെ പ്രിൻസിപ്പൽ ഓഫീസിനുള്ളിലെ ടേബിളിന് മുകളിലുള്ള ഗ്ലാസ് KSU പ്രവർത്തകർ അടിച്ചു തകർത്തു. വിഷയത്തിൽ അനുകൂല തീരുമാനം ആവശ്യപ്പെട്ട് ഇരുവിഭാഗവും പ്രിൻസിപ്പൽ ഓഫീസിലെത്തി സംസാരിച്ചു. മുമ്പ് SFI പ്രവർത്തകയെ മർദ്ദിച്ച KSU പ്രവർത്തകർക്കെതിരെയും നടപടി വേണമെന്ന് SFI പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കൗൺസിൽ യോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചത്. വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനായി അച്ചടക്ക സമിതി 5 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ശേഷം മറ്റു നടപടികൾ കൈക്കൊള്ളാമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. വിളയൂർ കുടിവെള്ള പദ്ധതി. പമ്പിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾക്കായി നിർത്തിവെച്ച കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാലിക്കുടങ്ങളുമായി എത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. കുടിവെള്ള സമരം സിന്ദാബാദ്. വിളയൂരിലെ കുടിവെള്ളം, വിളയൂരിലെ കുടിവെള്ളം, വിളയൂരിലെ കുടിവെള്ളം, വിളയൂരിലെ കുടിവെള്ളം മുടങ്ങിയിട്ടിന്ന് 8-ാം നാൾ, മുടങ്ങിയിട്ടിന്ന് 8-ാം നാൾ, മുടങ്ങിയിട്ടിന്ന് 8-ാം നാൾ, മുടങ്ങിയിട്ടിന്ന് 8-ാം നാൾ. അറ്റകുറ്റപ്പണികൾക്കായി, 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 അറ്റകുറ്റപ്പണികൾക്കായി പമ്പിംഗ് ഇല്ലാതാവുമ്പോൾ, പമ്പിംഗ് ഇല്ലാതാവുമ്പോൾ, പമ്പിംഗ് ഇല്ലാതാവുമ്പോൾ, പമ്പിംഗ് ഇല്ലാതാവുമ്പോൾ പകരം വെള്ളം നൽകാനായി, പകരം വെള്ളം നൽകാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് വിളയൂർ പുഴ റോഡിലുള്ള പ്രധാന പമ്പിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി കൊപ്പം വിളയൂർ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചത്. നിലവിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇരു പഞ്ചായത്തുകളിലേക്കുമായി കുടിവെള്ള വിതരണം നടത്തിയിരുന്നത്. ഇതിനാൽ വിളയൂർ പഞ്ചായത്തിൽ ഒരാഴ്ചയായി കുടിവെള്ളം ലഭ്യമല്ല. ഈ പദ്ധതിയെ ആശ്രയിക്കുന്നവർ വലിയ ദുരിതത്തിലാണ്. കുടിവെള്ളമില്ലാത്തതിനാൽ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയ സാഹചര്യവുമുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഒരാഴ്ചയോളം പ്രവൃത്തികൾക്കായി സമയമെടുക്കുമെന്നും അതുവരെ കുടിവെള്ള വിതരണം ഉണ്ടാവില്ലെന്നും ജലവിഭവ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം സംവിധാനം ഒരുക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയത്. ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. ജലജീവൻ മിഷൻ പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഒരു 14 ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ആളുകൾ പ്രയാസം അനുഭവപ്പെടുകയാണ്. ഈ ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്താനും അതല്ലെങ്കിൽ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനും ഒക്കെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. പൈപ്പ് ലൈനിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നാണോ തീരുന്നത് അതിൻ്റെ തീരുന്ന മുറക്ക് വെള്ളം വിതരണം ചെയ്യട്ടെ. പക്ഷേ ബദൽ സംവിധാനം, കുടിവെള്ളം എന്ന് പറയുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. അത് അടിയന്തരമായി ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് അത് വേഗത്തിൽ
ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് നടത്തണം എന്ന് പറയാനാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ, നാട്ടിലെ ഉദ്യാനങ്ങളിലൊക്കെ ചെറിയ ഓരോ പ്രദേശങ്ങൾക്ക് അനുസൃതമായ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം എല്ലാ ചെറുകിട കുടിവെള്ള പദ്ധതികളെയും നിർത്തുകയും അതൊക്കെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത് പ്രവർത്തിച്ചത്. സമരത്തിന് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി വരമംഗലം, ഷെഫീഖ് കുളക്കാട്ടിൽ, SP റിയാസ്, TP ഷാഫി, സിദ്ദിഖ് ചെമ്പത്തൊടി, GM ഇർഫാൻ, നാഫിക് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MP അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ കൂടുന്നില്ല, സിറ്റിസൺ എഡ്യൂക്കേഷൻ ബോർഡ് കൃത്യമായി സ്ഥാപിക്കുന്നില്ല, റോഡുകളുടെ ശോച്യാവസ്ഥ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനമാണ് നമ്മുടെ പഞ്ചായത്തിൽ എത്രയോ കാലമായി ഇവിടെ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലുണ്ടാകുന്ന വികസന കാര്യങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഭരിക്കുന്ന നിരവധി പഞ്ചായത്തുകളിലെ വികസന കാര്യങ്ങളുമായി താരതമ്യ പഠനം നടത്തി നോക്കിയാൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് ഇന്ന് മാറിയിരിക്കുകയാണ്. പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പഴയ പഞ്ചായത്തുകളല്ല. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പ്രാബല്യത്തിലാകുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചായത്തുകൾ, വാണിയംകുളം ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും വരുമാനവും ആ വരുമാനം അനുസരിച്ചുള്ള ചെലവുകളുമൊക്കെ നമുക്കറിയാം. നാട്ടിലെ വികസന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്ത, നാട്ടിലെ റോഡുകൾ, പാലങ്ങൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ കഴിയാത്ത, സാമ്പത്തികമായി സൗകര്യങ്ങളില്ലാത്ത പഞ്ചായത്തായിരുന്നു പഴയ പഞ്ചായത്ത്. മണ്ഡലം പ്രസിഡന്റ് K ശിവപ്രകാശൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ VKP വിനയനുണ്ണി, DY ഷിഹാബുദ്ദീൻ, വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാർ, INTUC നേതാവ് ശ്രീനിവാസൻ, ചളവറ മണ്ഡലം പ്രസിഡന്റ് പാലോളി ഹുസൈൻ, KK വേണുഗോപാലൻ, PP സോമകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മണ്ണാർക്കാട് നഗരസഭയിലെ 143 പേർക്ക് ഭവന നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. വീട് നിർമ്മിക്കാനുള്ള മുഴുവൻ തുകയും നഗരസഭയാണ് നൽകുന്നത്. ആദ്യ ഗഡു വിതരണോദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് വീടുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ 4 ലക്ഷം രൂപയും നഗരസഭയിൽ നിന്ന് തന്നെ നൽകാൻ തീരുമാനിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. PMAY പദ്ധതി നടപ്പാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തത് കാരണം കഴിയുന്നില്ല. ഈ സാങ്കേതികത്വത്തിൽ കുടുങ്ങി 87 നഗരസഭകളിലും ഭവന പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിലാണ് പദ്ധതി സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. 2019 ശേഷം സർക്കാർ ഭവന നിർമ്മാണത്തിന് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. പണ്ടൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ ഒരു വീട് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ, ആദ്യം നമ്മൾ അക്ഷയയിൽ പോയി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ആ ലിസ്റ്റ് കുടുംബശ്രീ മുഖേന മണ്ണാർക്കാട് നഗരസഭയ്ക്ക് വരും, അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിക്കോ ഏത് പഞ്ചായത്തിനോ വരും. ആ ലിസ്റ്റിൽ പെട്ട ആളുകൾക്കാണ് നമുക്കിത് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറെ സമീപിച്ചുകൊണ്ട് എനിക്ക് ഒന്നുമില്ല, ഒരു 3 സെന്റ് സ്ഥലമുണ്ട്, ഒരു വീട് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കൊടുക്കാൻ കഴിയില്ല. അത് സത്യമാണ്. അപ്പൊ 2019 ശേഷം ഇങ്ങനെ ഒരു ലിസ്റ്റ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞങ്ങൾ 4 ലക്ഷവും ഒരു സർക്കാരിന്റെയും 2 സർക്കാരിന്റെയും ഒരു രൂപ പോലും ഇല്ലാതെ ഇപ്പോഴും കേരളത്തിലെ 87 നഗരസഭകൾക്ക് PMAYയിലോ ലൈഫിലോ ഭവന നിർമ്മാണത്തിനുള്ള ഒരു പരിപാടിയും സർക്കാരില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ പത്രമാധ്യമ പ്രവർത്തകർ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ.
അല്ലെങ്കിൽ അത് നിഷേധിക്കട്ടെ, ഒരു MOU കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ 87 നഗരസഭകളിലും വീടെന്ന പരിപാടി ഇപ്പോൾ നടക്കുന്നില്ല, ഒരു നഗരസഭയിലുമില്ല. പക്ഷേ മണ്ണാർക്കാട് നഗരസഭ ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്നു, ഇനി ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഉറച്ച തീരുമാനത്തിലാണ് 4 ലക്ഷം രൂപയും നിങ്ങൾക്ക് നഗരസഭ തരാൻ തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർക്ക് ചടങ്ങിൽ പ്രതീകാത്മക ചെക്ക് കൈമാറി. നഗരസഭ ഉപാധ്യക്ഷ കെ പ്രസീത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ബാലകൃഷ്ണൻ, മാസിദ സത്താർ, സി ഷഫീഖ് റഹ്മാൻ, ഹംസ കുറുവണ്ണ, വത്സലകുമാരി, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് നഗരസഭയിൽ അതിദരിദ്രർക്കുള്ള വീട് നിർമ്മാണം തുടങ്ങി. ആദ്യ വീടിന്റെ ശിലാസ്ഥാപനം ഗോവിന്ദപുരത്ത് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുന്നോട്ടിറങ്ങിയത് ആരാന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 39 കൊല്ലമായി പഞ്ചായത്തിന് കോടിപ്പടി കയറി ഇറങ്ങണം. ആയി ചേച്ചി ആവും, വോട്ടിട്ടോളി ആവും. നേരം വെളുക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി കിടന്നുറങ്ങും. രാത്രി ഇടിയ കോടതിയിൽ ഇറയത്തിരുന്നുറങ്ങും. നായ, പൂച്ച, കൊതുക്, കള്ളന്മാര് കൂടി ചുരുക്കി മാറി. ഇതിപ്പോൾ അവിടെ വന്നിട്ട് ഒരു കൂടെ ഉണ്ടവര് തന്ന് മാറ്റിയ തുണിയാവും. എന്തായാലും വിഷമൊക്കെ മാറും കേട്ടോ. എന്തായാലും പെട്ടെന്ന് നമുക്ക് വീടുണ്ടാക്കിയിട്ട് നമുക്ക് വീടിരിക്കണം സാറേ. 39 കൊല്ലായി പഞ്ചായത്ത് കയറി ഇറങ്ങണേ. എന്തായാലും വിഷമിക്കണ്ട, എന്തായാലും പണി തുടങ്ങിയില്ലേ, പെട്ടെന്ന് പണി പൂർത്തിയാക്കാം കേട്ടോ. അവര് ചെയ്യും. എല്ലാവർക്കും നിങ്ങളുടെ ഫസ്റ്റ് ന്യൂസ് പാറ്റി എല്ലാവർക്കും, മക്കൾക്കും കുടുംബത്തേക്കും 7 തലമുറത്തേക്ക് വീടും സ്ഥലവുമില്ലാത്ത 9 അതിദരിദ്രർക്കാണ് മണ്ണാർക്കാട് നഗരസഭ 3 സെന്റ് സ്ഥലം വീതം നൽകി വീട് നിർമ്മിക്കുന്നത്. ആരും തുണയില്ലാത്ത ശാന്തമ്മയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനമാണ് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചത്. മണ്ണാർക്കാട് നഗരസഭയിലെ 9 അതിദരിദ്രരായ ആളുകൾക്ക് 3 സെന്റ് വീതം സ്ഥലവും അതുപോലെ തന്നെ അവർക്കതിൽ വീട് വെക്കാനുള്ള ഫണ്ടും മണ്ണാർക്കാട് നഗരസഭ നീക്കിവെച്ച് ഇന്ന് അതിൻ്റെ വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. അതിലേറ്റവും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രായമായ ശാന്തമ്മ എന്നുള്ള സ്ത്രീക്കും അവരുടെ കുടുംബത്തിനുമാണ്. വലിയ സന്തോഷവും അഭിമാനവുമാണ് ഈ ഒരു മുഹൂർത്തത്തിൽ മണ്ണാർക്കാട് നഗരസഭയ്ക്കുള്ളത്. നമുക്കറിയാം, ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അവർക്ക് വാസയോഗ്യമായ ഒരു വീടും ഇല്ലാത്ത ഒരവസ്ഥയിൽ അതിദരിദ്രരായ 9 കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി മണ്ണാർക്കാട് നഗരസഭ നടപ്പാക്കുന്നത്. ഇതിൽ ബാക്കിയുള്ള വീടുകൾ, കുറച്ച് വീടുകൾ ഇവിടെയുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വീടുകളും അടിയന്തരമായി അത് നിർമ്മാണം തുടങ്ങുകയും അവരുടെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുകയും ചെയ്യും. അത് ഈ പ്രവൃത്തികൾക്ക്, ഈ ഒരു പദ്ധതിക്ക് വലിയ രീതിയിൽ മുൻകൈയെടുത്ത് ഇത് പദ്ധതി നടപ്പാക്കാൻ മണ്ണാർക്കാട് നഗരസഭയുടെ സെക്രട്ടറി സതീഷ് കുമാർ, അതുപോലെ തന്നെ എൻ്റെ സഹ കൗൺസിലർമാർ എല്ലാവരുടെയും വലിയ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഉണ്ടായിരുന്ന നഗരസഭയായിരുന്നു മണ്ണാർക്കാടെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു. 9 പേർക്ക് സ്ഥലവും വീടും വേണമായിരുന്നു. റവന്യൂ ഭൂമിയില്ലാത്തതിനാൽ ഇവർക്ക് വേണ്ട സ്ഥലം കണ്ടെത്തുന്നത് ശ്രമകരമായി. തുടർന്നാണ് സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചത്. 9 പേരും വീട് നിർമ്മാണം ആരംഭിച്ചു. ശാന്തമ്മയുടെ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങാൻ ആരുമില്ലാത്തത് കാരണം സെക്രട്ടറിയാണ് കരാറുകാരനുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി നിർമ്മാണം നടത്തുന്നതെന്നും സെക്രട്ടറി പറഞ്ഞു. റവന്യൂ ഭൂമിയില്ലായിരുന്നു, സർക്കാർ ഭൂമി നമുക്ക് അലോട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സ്വകാര്യ ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നമ്മൾ 9 പേർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തു. 8 പേര് സ്വന്തമായിട്ട് തന്നെ വീട് പണി തുടങ്ങാൻ പ്രാപ്തിയുള്ളവരാണ് തുടങ്ങിയത്. ശാന്തമ്മയ്ക്ക് അങ്ങനൊരു സ്വന്തമായിട്ട് വീട് പണി തുടങ്ങാനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൗൺസിലൊരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയിൽ സെക്രട്ടറി ചെയർമാൻ അടങ്ങുന്ന സമിതി, അതിൽ സെക്രട്ടറിയാണ് ശാന്തമ്മയ്ക്ക് വേണ്ടിയിട്ട് കരാറുകാരനെ കണ്ടെത്തി എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 ദിവസം കൊടുത്തപ്പോൾ അധികം കരാറുകാരൊന്നും വന്നില്ല. കാരണം 4 ലക്ഷത്തിനൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേമരാജ് കോൺട്രാക്ടർ അത് ചെയ്തോളാമെന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹവുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടന്നത്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കൊടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. വാർഡ് കൗൺസിലർ സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
സ്ഥിരം സമിതി അധ്യക്ഷരായ മാസിദ സത്താർ, ഹംസ കുറുവണ്ണ, കൗൺസിലർമാരായ EK യൂസഫ് ഹാജി, K ഷറഫുന്നിസ, K സുഹറ, P ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു. വികസനം പറയാൻ CPIM ചെർപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി ജനങ്ങളിലേക്ക്. 3 ദിവസങ്ങളിലായി നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വിപുലമായ സജ്ജീകരണങ്ങളാണ് ജാഥയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് CPM മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF തുടരും, ചെർപ്പളശ്ശേരി വളരും എന്ന മുദ്രാവാക്യവുമായാണ് CPM ചെർപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം CPM നേതൃത്വം നൽകുന്ന ചെർപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ബഹുജനങ്ങളുമായി സംവദിക്കുന്നതിനായി CPM ഏരിയ കമ്മിറ്റി അംഗം C ജയകൃഷ്ണൻ നേതൃത്വം നൽകുന്ന വികസന മുന്നേറ്റ ജാഥ 17 വൈകിട്ട് 5 മണിക്ക് പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. CPM ഏരിയ കമ്മിറ്റി അംഗം M സിജു ജാഥ വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ജാഥ മാനേജരുമായ ജാഥ 18-ന് ശനി നാലാലുംകുന്ന്, തൂത 29-ാം മൈൽ, കാർലമണ്ണ, കരുമാനാംകുരിശി, സ്കൂൾകുന്ന് 26-ാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ പര്യടനത്തിനു ശേഷം ഉങ്ങുംതറയിൽ സമാപിക്കും. സമാപനം CPM ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ് ഉദ്ഘാടനം ചെയ്യും. 19-ന് ഞായറാഴ്ച കുറ്റിക്കോട് നിന്നും തുടങ്ങുന്ന ജാഥ എലിയപ്പറ്റ, ടൗൺ, സെക്രട്ടറിപ്പടി, തെക്കുമുറി, മഞ്ചക്കൽ, വെള്ളോട്ടുകുറിശി തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിനു ശേഷം പന്നിയംകുരിശിയിൽ സമാപിക്കും. സമാപനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത മേഖലയിലേക്കും ചെർപ്പശ്ശേരി വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നതും കാണിച്ചു കൊടുക്കുന്നതും. ചെർപ്പശ്ശേരിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തന്നെ അഡ്രസ് ചെയ്യാനും ഇതിനു മുമ്പൊരു ഭരണസമിതിക്കും ചെയ്യാൻ കഴിയാത്ത അത്ര വികസനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് കൂടി പിന്തുണയോട് കൊണ്ടാലും കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങളുടെ ഭരണസമിതി ഉണ്ടായിരുന്നു. ചെർപ്പശ്ശേരിക്ക് മാലിന്യമുക്ത നഗരസഭ എന്ന അഖിലേന്ത്യാ റാങ്കിങ്ങിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും അത് മാലിന്യ കൂമ്പാരമായിരുന്ന പ്രദേശത്തെ 5000-ൽ താഴെ റാങ്ക് ഉണ്ടായിരുന്ന മാലിന്യ നിർമ്മാർജ്ജന രംഗത്തുള്ള റാങ്കിനെ 161-ലേക്ക് എത്തിച്ച് നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് തലത്തിൽ അവാർഡ് വരെയൊക്കെ വാങ്ങാൻ നമ്മൾ നഗരസഭയ്ക്ക് നമുക്കറിയാം. കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി പദ്ധതി ഉണ്ടാക്കി അത് വിജയിപ്പിക്കാൻ കഴിയും. LDF തുടരും, ചെർപ്പളശ്ശേരി വികസിക്കും എന്നൊരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജാഥ നടത്തുന്നത്. ഞങ്ങൾക്ക് 33 വാർഡുകളിലും ഈ ജാഥ എത്തിക്കാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു 16 വാർഡുകളിലാണ് ഈ ജാഥ എത്തിക്കുന്നത്. ജാഥ തുടങ്ങുന്നത് 17-ാം തീയതി ആണ്. നാളെയാണ് ജാഥ തുടങ്ങുന്നത്. നമ്മുടെ നഗരസഭയിൽ 1-2 വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഏരിയ സെക്രട്ടറിയുമുള്ള സഖാവ് നന്ദകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 18-ാം തീയതി രാവിലെ 10 മണിക്ക് നാലാലുംകുന്നിൽ നിന്ന് പ്രയാണം ആരംഭിക്കും. 10:30 മണിക്ക് തൂതയിലെത്തുന്നു. 11 മണിക്ക് 29-ലെത്തുന്നു. 11:30-ക്ക് കാർമണ്ണയിലെത്തുന്നു. 12:30-ക്ക് കരുമാനംകുരിശി എത്തുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം തുടർന്ന് 3 മണിക്ക് സ്കൂൾ കുന്നിലെത്തുന്നു. 4 മണിക്ക് 26-ൽ, 5 മണിക്ക് ഒങ്ങുംതറയിൽ വെച്ചാണ് അതിൻ്റെ സമാപനം. ജാഥ ക്യാപ്റ്റനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ C ജയകൃഷ്ണൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ M സിജു, ജാഥ മാനേജരും നഗരസഭാ ചെയർമാനുമായ P രാമചന്ദ്രൻ, CPM ലോക്കൽ സെക്രട്ടറി PM ലുക്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി കൂറ്റനാട് ചാത്തന്നൂരിൽ നടന്നുവന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. പറളി ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 3 ദിവസങ്ങളിലായി ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കായികമേള നടന്നത്. തുടക്കം മുതൽ കുതിപ്പ് തുടർന്ന പറളി ഉപജില്ല 312 പോയിന്റോടെ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി. 129 പോയിന്റ് നേടിയ കൊല്ലങ്കോട് ഉപജില്ല 2ാം സ്ഥാനവും 97 പോയിന്റ് നേടി പാലക്കാട് ഉപജില്ല 3ാം സ്ഥാനവും സ്വന്തമാക്കി. സ്കൂളുകളിലും പറളിയുടെ തേരോട്ടമാണ് കായികമേളയിൽ കണ്ടത്. 130 പോയിന്റ് നേടി പറളി HS ആണ് ഓവറോൾ ചാമ്പ്യന്മാർ. 169 പോയിന്റ് നേടി മുണ്ടൂർ HS 2ാം സ്ഥാനത്തും 92 പോയിന്റ് നേടി VMHS മടവന്നൂർ 3ാം സ്ഥാനത്തും എത്തി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A മനോമോഹനൻ അധ്യക്ഷനായി.
DDE TM സെലീന ബേബി, ഡയറ്റ് പ്രിൻസിപ്പൽ പി ശശിധരൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധ നാഗക്ഷേത്രമായ മുണ്ടക്കോട്ട് കുറിശി പാതിരിക്കുന്നത്ത് മന ഏർപ്പെടുത്തിയ നാഗകീർത്തി പുരസ്കാരങ്ങൾ കന്നിയിലെ ആയില്യം നാളായ വ്യാഴാഴ്ച സമ്മാനിച്ചു. മനയിൽ വെച്ച് നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാതിരിക്കുന്നത്ത് മന ഏർപ്പെടുത്തിയ 12ാമത് നാഗകീർത്തി പുരസ്കാരങ്ങളാണ് വ്യാഴാഴ്ച കന്നിമാസത്തിലെ ആയില്യം നാളിൽ സമ്മാനിച്ചത്. ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി വേദം, ഇടവത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് തന്ത്രം, കല്ലൂർ രാമൻകുട്ടിമാരാർ കല എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നൽകിയത്. മുൻ ഗുരുവായൂർ മേൽശാന്തി അച്യുതൻ നമ്പൂതിരി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. പന്ത്രണ്ടാമത് നാഗകീർത്തി പുരസ്കാര പുരസ്കാരം ക്ഷണിച്ചുകൊള്ളുന്നു. മധു ബാലകൃഷ്ണൻ സർ. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈത്തൊഴും വാണീ വൈഭവമോഹിനി ത്രിജഗതാം മാതേ വിരിഞ്ചപ്രിയേ വാണീ ദോഷമശേഷമാശുകവാനം നാവിങ്കലത്യാദരം വാണിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. നാരായണൻ നമ്പൂതിരി മധു ബാലകൃഷ്ണന് ആദരം നൽകി. കേരള ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. പാതിരിക്കുന്നത്ത് മനയെയും നാഗാരാധനയെയും ആസ്പദമാക്കി പ്രകാശ് കുറുമാപ്പള്ളി തയ്യാറാക്കിയ പ്രകൃതിയും നീയെ പ്രാണനും നീയെ എന്ന പുസ്തക പ്രകാശനം മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ KC നാരായണൻ നിർവഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുസ്തക പരിചയം നടത്തി. പുടയൂർ ജയനാരായണ നമ്പൂതിരി നാഗാരാധന സമ്പ്രദായം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ചളവറ പഞ്ചായത്ത് അംഗം പ്രമീള ടീച്ചർ, KM ശ്രീധരൻ, NP രാമദാസ്, അമൽകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാഗകീർത്തി സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. രാവിലെ കൈകൊട്ടിക്കളിയുമുണ്ടായി. വിശേഷാൽ പൂജകൾ, പ്രസാദ ഊട്ട് എന്നിവയും ആയില്യം നാളിൽ മനയിൽ നടന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനാകും. മുൻ ഭരണസമിതിയാണ് കൺവെൻഷൻ സെന്ററിന് തുടക്കമിട്ടത്. പഞ്ചായത്തിന് ലഭിച്ച 2 കോടി ലോട്ടറി തുക അടക്കം 3 കോടി ചെലവഴിച്ചാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിട്ടുള്ളത്. കുറഞ്ഞ ചെലവിൽ പരിപാടികൾ നടത്താൻ സൗകര്യപ്പെടുന്ന തരത്തിലാണ് നിർമ്മാണം. 500-ലധികം പേർക്ക് ഇരിക്കാനും 450 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഉതകുന്ന തരത്തിലാണ് ഹാൾ ക്രമീകരിച്ചിട്ടുള്ളത്.
വിശാലമായ പാർക്കിംഗ് ഏരിയയും ഉള്ളതായി പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. ഒരു കൺവെൻഷൻ സെന്റർ ഓങ്ങല്ലൂർ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിന് ആരംഭ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിന് പ്രധാനമായി അതിനൊക്കെ മുന്നേ അച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വാടനാകുറിശ്ശിയിൽ 2 ഏക്കറിലധികം സ്ഥലം കണ്ടെത്തുകയും അത് വില കൊടുത്ത് വാങ്ങി ആ ഒരു സ്ഥലത്ത് സ്പോർട്സ് ലോട്ടറി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭ്യമായി 2 കോടി രൂപ. ആ ഫണ്ട് മുതൽ മുടക്കി ആ ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് വാടനാകുറിശ്ശിയിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നാണ് ലക്ഷ്യമിട്ടത്. അതിന്റെ തുടക്കം കഴിഞ്ഞ ഭരണസമിതി കുറിക്കുകയും ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട റോഡും അനുബന്ധ പ്രവർത്തനങ്ങൾ, വാട്ടർ ടാങ്ക്, അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അടുക്കളയും അതോടൊപ്പം ഇലക്ട്രിഫിക്കേഷൻ, അവിടേക്ക് വേണ്ട ഫർണിച്ചറുകൾ, അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഏകദേശം 3 കോടിയോളം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA യുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ബഹുമാനപ്പെട്ട GR അനിൽ വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു ഓഡിറ്റോറിയം എന്നുള്ളത് അപൂർവമാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PI ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, പുഷ്പലത, ജലജ, ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രഖ്യാപനങ്ങൾക്കൊടുവിൽ തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം പാലപ്പുറം കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മന്ത്രി MP രാജേഷ് പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. 1.47 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് 2023-2024 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്നുള്ള 2 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ നവീകരിക്കുന്ന റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ വശങ്ങൾ 1/2 മീറ്ററിലേറെ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യും. കയറമ്പാറ സെന്ററിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാനുള്ള സൗകര്യത്തിന് 100 മീറ്റർ നീളത്തിൽ റോഡിന്റെ വശം ഇന്റർലോക്ക് പതിക്കും. നവീകരണത്തിന്റെ ഭാഗമായി റോഡരികിൽ നിൽക്കുന്ന 10ലേറെ വൈദ്യുതി തൂണുകളും മാറ്റിസ്ഥാപിക്കും. ഇതിനുവേണ്ടി 1.20 ലക്ഷം രൂപ KSEBയിൽ അടച്ചിട്ടുണ്ട്. കെല്ലിനാണ് നിർമ്മാണ ചുമതല. വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ്. 2023-2024 വർഷത്തിൽ റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വൈകിയിരുന്നു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കയറമ്പാറ കവലയിൽ നിന്ന് കേന്ദ്രീയ വിദ്യാലയം വഴി റെയിൽവേ ലൈൻ പരിസരത്ത് സമാപിക്കുന്ന റോഡാണിത്. ഇതിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം വരെയാണ് നവീകരിക്കുന്നത്. മന്ത്രി MP രാജേഷ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയ റോഡിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാന്യനായ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ പ്രത്യേക താൽപ്പര്യമെടുത്ത് നിരന്തരമായി ഇടപെട്ട ഒരാവശ്യമായിരുന്നു. ഭരണാനുമതി മുതലുള്ള ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാവുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. K പ്രേംകുമാർ MLA അധ്യക്ഷനായി. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ പ്രതിഷേധമുണ്ടാകുന്നതും എതിർപ്പുണ്ടാകുന്നതും ഒരല്പം വിമർശനം ശക്തമായി ഉന്നയിക്കുന്നതുമൊക്കെ നമുക്ക് നിശ്ചയമായും ഉൾക്കൊള്ളാൻ സാധിക്കും. അതെല്ലാം ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. 2023-2024 വർഷത്തെ MLA യുടെ മുൻകൈയിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തിയാണ് ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയം റോഡ്. ബജറ്റിൽ പ്രഖ്യാപനം വന്ന് ഏതാണ്ട് ആ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് അത്രമാത്രം ഈ പ്രദേശത്തെ ആളുകൾ ആഗ്രഹിച്ച ഒരു പ്രവൃത്തിയായതുകൊണ്ട് വലിയ ഒരു പ്രചരണ ബോർഡെല്ലാം ഇവിടെ കയറമ്പാറ സെന്ററിൽ വെക്കുകയും ഈ റോഡ് ബജറ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി MLAക്ക് ഒരു സ്വീകരണം നൽകുകയും എല്ലാം ചെയ്തത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ K അബ്ദുൽ നാസർ, സുനീറ മുജീബ്, കൗൺസിലർമാരായ പുഷ്പലത, K അജയകുമാർ, ലൈബ്രറി കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് C വിജയൻ, ശ്രീരാമകൃഷ്ണ, ബാങ്ക് ഡയറക്ടർ KPM കൃഷ്ണൻകുട്ടി, മറ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
മലപ്പുറം ജില്ലയിലെ ആദ്യ ഓഗ്മെന്റഡ് റിയാലിറ്റി ലാബ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയാണ് ഗേൾസ് സ്കൂളിൽ AR ലാബ് സജ്ജമാക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തികച്ചും പ്രായോഗികമായി പഠനം നടത്തുവാനുള്ള സംവിധാനമാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി ലാബ്. വിദ്യാഭ്യാസം, വിനോദം, വിജ്ഞാനം തുടങ്ങിയ വിവിധ മേഖലകൾക്കായുള്ള സംവേദനാത്മക സിമുലേഷനുകളും ആപ്ലിക്കേഷനുകളും AR ലാബിലൂടെ സൃഷ്ടിച്ചെടുക്കാം. പരീക്ഷണങ്ങൾക്ക് ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടറുകൾ, AR, VR ഹെഡ്സെറ്റുകൾ, വികസന പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം ലാബിൽ സജ്ജമാണ്. സിദ്ധാന്തത്തിനും പ്രായോഗിക പരിജ്ഞാനത്തിനും ഇടയിലുള്ള വിടവ് നികത്താൻ സഹായിക്കുന്ന ഒരു ഇടം കൂടിയാണ് AR ലാബ്. 3D മോഡലിംഗിലും ഗെയിം വികാസത്തിലും കഴിവുകൾ വികസിപ്പിച്ച് കുട്ടികൾക്ക് മുന്നേറുവാനുള്ള വഴിയാണ് ഇതിലൂടെ നഗരസഭ ഒരുക്കി വെച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് ഒരു വിദ്യാലയത്തിൽ AR ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. നഗരസഭ ചെയർപേഴ്സൺ P. ഷാജി AR ലാബ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മാറി വരുന്ന കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരുപാട് മാറ്റം. ആ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, പ്രവചിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് AI രംഗത്തൊക്കെ. ഈ AI രംഗത്ത് അധികം ജനകീയമായ ഒരു കാലത്ത് സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ടാലന്റഡാണ്. ആ കുട്ടികൾക്ക് കൂടി സൗകര്യങ്ങളും എല്ലാം ലഭ്യമാകണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് ഈ AR ലാബ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. അടുത്തുള്ള ബോയ്സ് സ്കൂളിൽ കൂടി അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന ഒട്ടേറെ വ്യത്യസ്തമായ ഇടപെടലിൽ ഒന്നാണ് ഈ ഇടപെടൽ. ഇത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ബാച്ച് ഓഫ് കുട്ടികളെ, ഇതിന് താല്പര്യമുള്ള കുട്ടികളെ ആദ്യം തിരഞ്ഞെടുത്തു. വീക്ക്ലി ഇതിന് സിലബസ് ഉണ്ട്. വീക്ക്ലി വൺസ് എന്ന നിലയ്ക്ക് ഒരു ക്ലാസ് കൊടുക്കുകയും അതിൽ നിന്നും ഏറെ താല്പര്യപ്പെടുന്ന കുട്ടികളെ സ്ഥിരമായി പഠിപ്പിക്കാനുള്ള രീതിയിലേക്കും കൊണ്ടുപോകുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈസ് ചെയർപേഴ്സൺ A. നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ K. ഉണ്ണികൃഷ്ണൻ, അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ, നെച്ചീൽ മൻസൂർ, നഗരസഭാ സെക്രട്ടറി JR ലാൽകുമാർ, കൗൺസിലർമാരായ സക്കീന സെയ്ദ്, P. സീനത്ത്, ഷാവുൽ ഹമീദ്, ഷെർലിജ CP, സ്കൂൾ PTA പ്രസിഡന്റ് മനോജ് മുല്ലശ്ശേരി, മുൻ PTA പ്രസിഡന്റ് കിനാദിയിൽ സ്വാലിഹ്, MPTA പ്രസിഡന്റ് സക്കീന സത്താർ, സ്കൂൾ പ്രിൻസിപ്പൽമാരായ വിജീഷ് K, ലത CM, പ്രധാനാധ്യാപിക കുൽസു TK, സ്റ്റാഫ് സെക്രട്ടറി KT ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. K. പ്രേംകുമാർ MLA സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും ഭാവി വികസന പ്രവർത്തനങ്ങളും വേദിയിൽ ചർച്ചയായി. മറ്റെല്ലായിടത്തും സർക്കാരുകൾ നിർവഹിച്ചു പോകേണ്ട ചടങ്ങുകൾ അഥവാ ഉത്തരവാദിത്തങ്ങൾ കേരളത്തിൽ ഒരു സാമൂഹ്യമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി അവയെല്ലാം നിർവഹിക്കുന്നത് എനിക്കെന്തു കിട്ടും എന്ന് കരുതിയല്ല, എനിക്കെന്തു ചെയ്യാൻ പറ്റും എന്ന് കരുതി ഇടപെടുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ എല്ലാ തലങ്ങളും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നില്ല. 3 കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന 3 കാര്യങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, കേരളത്തിന്റെ മാറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് തുടർ സാക്ഷരതാ പ്രസ്ഥാനം. അക്ഷരം എഴുതാൻ അറിയാത്ത, സ്വന്തം പേരെഴുതാൻ അറിയാത്ത, ബസിന്റെ ബോർഡ് വായിക്കാൻ അറിയാത്ത, പല കാരണങ്ങളാൽ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അക്ഷരത്തിന്റെ വെളിച്ചം അവരിലേക്ക് എത്തിച്ചത് എല്ലാ അധ്യാപകർക്കും പണം കൊടുത്തിട്ടല്ല. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്ത്രകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ശ്രീലത, മുൻ പ്രസിഡന്റ് K. രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ P. മൊയ്തീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുബ്രഹ്മണ്യൻ, P. ബാലകൃഷ്ണൻ, N. ഷാംബുജം, C. നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ ടീം അവതരിപ്പിച്ച യോഗ ഡാൻസ്, കുടുംബശ്രീ കൃഷി മേഖലകളിലെ പ്രദർശനം, കുടുംബശ്രീ കാർഷിക മേഖലകളിലെ പ്രദർശനവും വിൽപ്പനയും, സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനം എന്നിവ നടന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച AE ഓഫീസ് ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളെല്ലാം തന്നെ ISO നിലവാരത്തിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രേമലത, കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈദാലി, വികസന സ്ഥിര സമിതി അധ്യക്ഷ VK രാധിക, ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ സുമിത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ P സുബ്രഹ്മണ്യൻ, DPI ഡോക്ടർ ശ്യാമ തുടങ്ങിയവർ പങ്കെടുത്തു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നവംബർ 3, 4, 5, 6 തീയതികളിലാണ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, ജനറൽ കൺവീനർ വീണാചന്ദ്രൻ, പ്രധാനാധ്യാപിക ബിന്ദു PS, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹംസക്കുട്ടി CP തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ NSS പ്രോഗ്രാം ഓഫീസർ സഫീർ അലി, മുഹമ്മദ് TP, അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ BRCയിലെ ചിത്രകലാ അധ്യാപകനായ സജി ചെറുപുരയാണ് ലോഗോ തയ്യാറാക്കിയത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ആലിപ്പറമ്പ് യൂണിറ്റിന്റെ 28ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ടാതിഥികളെ ചടങ്ങിൽ ആദരിച്ചു. കാരുണ്യനിധി വിദ്യാഭ്യാസ ധനസഹായങ്ങളും വിതരണം ചെയ്തു. ആനമങ്ങാട് AUP സ്കൂളിലാണ് എക്സ് സർവീസസ് ലീഗ് ആലിപ്പറമ്പ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നത്. മുതിർന്ന അംഗം A ദാമോദരൻ നായർ പതാക ഉയർത്തി. വിമുക്തഭടന്മാർ പുഷ്പാർച്ചന നടത്തി. തുടർന്നാണ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ചേർന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫൗജി എന്ന് പറയുന്നത് അതൊരു കേവലം ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഏണിങ്സിന് വേണ്ടിയുള്ള, കുടുംബത്തിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടിയുള്ള ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് അതൊരു വല്ലാത്ത വൈകാരികമായിട്ടൊരു സംഗതിയാണ്. അത് കൃത്യമായിട്ട് ഈ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ലിറ്ററലി ഈ രാജ്യത്തെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ പറയുന്ന രാജ്യത്തെ സേവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ഗവൺമെൻറ് സിവിൽ സർവൻറ്റ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് രാജ്യത്തെ സേവിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഒരു സേവനം എന്ന രീതിയിൽ ലിറ്ററലി അത് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിച്ചു തീർത്ത ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സേവനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിലില്ല. യൂണിറ്റ് പ്രസിഡന്റ് PN വാസുദേവൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 80 വയസ്സു കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. മലബാർ സിറ്റി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സത്താർ ആനമങ്ങാട്, മലയാള മനോരമ പെരിന്തൽമണ്ണ ബ്യൂറോ ലേഖകൻ മണികണ്ഠൻ കുളത്തൂർ, ദാമു സോഡിയാക് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് കേണൽ PM ഹമീദ്, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ P സുകുമാരൻ നായർ എന്നിവരാണ് വിശിഷ്ടാതിഥികളെ ആദരിച്ചത്. ആനമങ്ങാട് ആശ്വാസ് പെൻ ആൻഡ് പാലിയേറ്റീവിന് കാരുണ്യനിധി ധനസഹായവും ആദിവാസി കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രമായ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരത്തിന് വിദ്യാഭ്യാസ ധനസഹായവും ചടങ്ങിൽ നൽകി. മണികണ്ഠൻ കൊളത്തൂരിൻ്റെ ഗോഷ്ഠി നോവൽ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലസുബ്രഹ്മണ്യൻ, യൂണിറ്റ് സെക്രട്ടറി TP സുരേഷ് കുമാർ, മുഖ്യരക്ഷാധികാരി M ബാലകൃഷ്ണൻ നായർ, ട്രഷറർ VP റഷീദ്, ജോയിന്റ് സെക്രട്ടറി A രാജേഷ്, TP സുഗതകുമാരൻ, സത്താർ ആനമങ്ങാട്, മണികണ്ഠൻ കുളത്തൂർ, ദാമു സോഡിയാക്, സാമൂഹ്യ പ്രവർത്തകൻ KR രവി, റിട്ടയർഡ് മേജർ ഗംഗാധരൻ, K സുകുമാരൻ, VK ശ്രീനിവാസൻ, KT പ്രഭാകരൻ, രാം മോഹൻ, VK ഈസ, NP മുരളി തുടങ്ങിയവരും സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. വ്യാപാര രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. വിശാലമായ ഷോറൂമിൽ വിപുലമായ കളക്ഷനുമായാണ് ഗാലക്സി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.
വ്യാപാര രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് ഡീലർമാരായി മാറിയ ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിന്റെ പെരിന്തൽമണ്ണയിലെ ഷോറൂമാണ് പട്ടാമ്പി റോഡിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. പാലോളിപ്പറമ്പ് ചെത്തനാംകുരിശി മഹല്ല് ഖാസി മൊയ്തീൻകുട്ടി മുസ്ലിയാർ നവീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്ലാസ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF, VPC, പാർട്ടിക്കിൾ ബോർഡുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഏറ്റവും മിതമായ വിലയിൽ ഗാലക്സി ഗ്ലാസ് പ്ലൈവുഡ്സ് നൽകുന്നത്. ഏതളവിലുമുള്ള ടഫ്നട്ട് ഗ്ലാസുകൾ കട്ട് ചെയ്ത് സുരക്ഷിതമായി എവിടേക്കും ഡെലിവറി ചെയ്യാനുള്ള സൗകര്യവും ഗാലക്സി ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകളുടെ പുത്തൻ ട്രെൻഡിംഗ് മോഡലുകളിലുള്ള ലോക്കുകൾ, കിച്ചൺ ആക്സസറീസ്, ഡോർ ഹാൻഡിലുകൾ, വിജാഗിരികൾ തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനാണ് ഗാലക്സിയിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള മിററുകൾ, ഡോറുകൾ, മറ്റ് ഹാർഡ്വെയർസ് ഐറ്റംസ് എന്നിവയും ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിൽ ഒരുക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയ്ക്ക് പുറമെ ചെർപ്പശ്ശേരി, നെല്ലായിലും വളാഞ്ചേരി, കോട്ടപ്പുറത്തും ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാലം അത്രയും ഉപഭോക്താക്കൾ നൽകിയ പിന്തുണയാണ് ഗാലക്സിയുടെ കൈമുതലെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മാനേജിംഗ് പാർട്ണർമാരായ നൌഷാദ് CT, സത്താർ A, ഷബീർ M തുടങ്ങിയവർ പറഞ്ഞു. നമ്മൾ വർഷങ്ങളായിട്ട് നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളാണ്, മെറ്റീരിയൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി നമ്മളിപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ പെരുന്തൽമണ്ണ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആർക്ക് സാങ്ഷൻ ചെയ്യുകയാണെങ്കിലും നമ്മളതിൻ്റെ നല്ല ക്വാളിറ്റി വശം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതുവരെ. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതുവരെ സഹായിച്ച എല്ലാവർക്കും നമുക്ക് നന്ദിയുണ്ട്. ഇനിയും മേലും അവിടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പെരുന്തൽമണ്ണ ഗാലക്സി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയല്ല, ഒരുപാട് ജില്ലകളിൽ നമ്മളെ അറിയപ്പെടുന്നുണ്ട്, നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബ്രാഞ്ചുകൾ എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങൾക്കും സൗകര്യപ്രദമായിട്ട് ഞങ്ങൾ ഓരോ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഹോൾസെയിൽ കാര്യമായിട്ടില്ല, എന്നാലും ചില ഭാഗങ്ങൾക്ക് നമുക്ക് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. റീറ്റെയിലാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. ബ്രാൻഡഡ് സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്ലാസ് ആണെങ്കിലും എന്ത് സാധനമാണ് കേരളത്തിൽ മുഴുവനും അതോടുകൂടി കേരളത്തിൽ പുറത്ത് നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും സപ്ലൈ ചെയ്യാം, നമുക്ക് സൗകര്യമുണ്ട്. ഓഫറുകളുണ്ട്. അത് ഇതിലായിട്ട് ഓഫറുകൾ നമ്മൾ അടുത്ത ആഴ്ചകളിലായിട്ട് അതിൻ്റെ ഔട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാനറുകളായിട്ട് ഒരാഴ്ച കൊണ്ട് പുറത്തിറങ്ങുന്നതാണ്. പക്ഷേ എല്ലാവരും സഹകരിക്കുക. ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ ഉണ്ടായിരുന്നത് പട്ടാമ്പി റോഡിലാണ് ഓഫീസ് ഉണ്ടായിരുന്നത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചോലംകുന്ന് ഗോഡൗണിൻ്റെ ഭാഗത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുക, ഞങ്ങളോട് സഹകരിക്കുക.
പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ഫാഷൻ തരംഗം സൃഷ്ടിച്ച ഇമ്മാനുവൽ സിൽക്സിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. ഇമ്മാനുവൽ സിൽക്സിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത. പട്ടാമ്പി ഷോറൂമിൽ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു. വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠം, ഷോറൂം മാനേജർ മോബേഷ് ടി, മുഹമ്മദ് ബഷീർ എന്നിവരും പങ്കെടുത്തു. ഇമ്മാനുവൽ സിൽക്സിന്റെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി ഇതിൽ നറുക്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ തുക തിരിച്ചു കൊടുക്കുന്ന ക്യാഷ് ബാക്ക് കൊടുക്കുന്ന ഒരു നല്ല ഓഫറാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നമ്മുടെ ഷോപ്പിംഗ് അനുഭവം അല്ലെങ്കിൽ ഇവിടെയുള്ള പട്ടാമ്പിയിലെ ജനങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലും നല്ല ഓഫറുകളും ഒക്കെയായി മാറുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ വ്യാപാര കേന്ദ്രപരമായ പട്ടാമ്പി മാറുന്നതിൽ ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ ഏറെ പ്രയോജനം ചെയ്യും. ഇമ്മാനുവൽ സിൽക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വെഡ്ഡിംഗ് ഫെസ്റ്റ് അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മിഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധൂവരന്മാർക്കായി ഇമ്മാനുവൽ ഒരുക്കിയിട്ടുള്ളത്. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും കൂടുതൽ ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഒരുക്കിയാണ് ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റിനെ വരവേൽക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവാർന്ന വർണ്ണങ്ങളിൽ തന്നെ അണിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പട്ടിൻ്റെയും ഫാഷൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പുതുതരംഗം സൃഷ്ടിക്കുകയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിലൂടെ ഇമ്മാനുവൽ. ടെസർ സിൽസ്, കാഞ്ചീപുരം, ആറണി, ധർമാവരം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം, ലാച്ച, ഗൗൺ, ലെഹങ്ക എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വെറൈറ്റി കളക്ഷൻസ്, ലോകോത്തര ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജെൻസ് വെയർ വിഭാഗം, കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം എന്നിവയും ഇമ്മാനുവൽ ഒരുക്കിയിരിക്കുന്നു. ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിൽ ഗ്രാൻഡ് ബമ്പർ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പിന് 2 നാൾ കൂടി. ശനിയാഴ്ച ചെർപ്പളശ്ശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ ബമ്പർ ജേതാക്കളെ തിരഞ്ഞെടുക്കും. തുടർന്ന് 25-ന് ഒറ്റപ്പാലത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനദാനവും നടക്കുമെന്ന് ലൈവ് 7 മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെർപ്പളശ്ശേരിയുടെയും ഒറ്റപ്പാലത്തെയും വ്യാപാര മേഖലയിൽ ചെറുതല്ലാത്ത തരംഗം സൃഷ്ടിച്ച ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് വാർഷികാഘോഷ നിറവിൽ ഉപഭോക്താക്കൾക്ക് ബമ്പർ സമ്മാനങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചെർപ്പശ്ശേരി, ഒറ്റപ്പാലം ബ്രാഞ്ചുകളിൽ സംഘടിപ്പിച്ച ബമ്പർ സമ്മാന ക്യാമ്പയിന്റെ നറുക്കെടുപ്പും സമ്മാനദാനവുമാണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ആരംഭിച്ച ക്യാമ്പയിൻ മികച്ച പിന്തുണയോടെ 2025 സെപ്റ്റംബറിൽ അവസാനിക്കുകയാണ്. ക്യാമ്പയിന്റെ ബമ്പർ നറുക്കെടുപ്പ് ഒക്ടോബർ 18-ന് ശനിയാഴ്ച വൈകിട്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റിന്റെ ചെർപ്പളശ്ശേരി ബ്രാഞ്ചിൽ വെച്ച് നടക്കും. തുടർന്ന് നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം ഒക്ടോബർ 25-ന് ശനിയാഴ്ച ഒറ്റപ്പാലം ബ്രാഞ്ചിലും വെച്ച് നടക്കും. 2 ദിവസങ്ങളിലും വൈകിട്ട് പ്രമുഖ ബാൻഡുകളുടെ സംഗീത നിശയും നടക്കും. നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ടാറ്റ പഞ്ച് കാർ, ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ, സ്വർണ്ണ നാണയങ്ങൾ, ഐഫോൺ, ഗൃഹോപകരണങ്ങൾ, പർച്ചേസിംഗ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. കൂടാതെ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് പുതുതായി ആരംഭിക്കുന്ന 2 മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളും പരിപാടിയുടെ ഭാഗമായി ലോഞ്ച് ചെയ്യും. ലൈവ് 7 ലോയൽറ്റി ക്ലബ്ബ് പ്രോഗ്രാമിലൂടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കളും ക്ലബ്ബിൽ ഉൾപ്പെടുകയും ഓരോ പർച്ചേസിനും ലഭിക്കുന്ന റിവാർഡ് കോഴ്സുകൾ ഉപയോഗപ്പെടുത്തി അടുത്ത പർച്ചേസിൽ ഡിസ്കൗണ്ട് നേടാനാകും. ലൈവ് 7 ഫാമിലി ക്ലബ്ബ് എന്ന പ്രോഗ്രാമിലൂടെ സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി ലോയലിറ്റി ആനുകൂല്യങ്ങൾക്കൊപ്പം പ്രത്യേക ഡിസ്കൗണ്ടുകളും വ്യക്തിഗത ഓഫറുകൾ മുൻകൂട്ടി അറിയാനുള്ള സൗകര്യവും ഏർപ്പെടുത്തുമെന്ന് ലൈവ് 7 മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാവരോടും നന്ദി പറയാൻ, എല്ലാ ചെറുപ്പശ്ശേരിക്കാരോടും നന്ദി പറയാനാണ് ഉപയോഗിക്കുന്നത്. ഈ 13 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിൽ നറുക്കുകൾ മീൻസ് ഓരോ 500 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളടുത്ത് കൗണ്ട് ചെയ്യാൻ തന്നെ പറ്റാത്തത്ര കൂപ്പണുകൾ നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരെയും ചേർത്ത് ഈ മാസം 18-ാം തീയതി മീൻസ് വരുന്ന ശനിയാഴ്ച ദിവസമാണ് നമ്മൾ നറുക്കെടുപ്പ് ചെറുപ്പശ്ശേരി സ്റ്റോറിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ
ആ ചടങ്ങിലേക്ക് നമ്മളൊരു സംഗീത നിശ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5ഓളം പ്രശസ്ത മ്യൂസിക് ബാൻഡുകളുടെ ഭാഗമായ ഗായകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗീത നിശ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായ നേതാക്കൾ, ജനപ്രതിനിധികൾ, അതോടൊപ്പം ഇവിടുത്തെ പൗരപ്രമുഖർ, സ്വാക് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ലൈഫ് പ്രൈവറ്റ് ലിമിറ്റഡ് ജനറൽ മാനേജർ ജയേഷ്, ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് മുസ്തഫ, ചെർപ്പുളശ്ശേരി ബ്രാഞ്ച് മാനേജർ കാസിം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാനേജർ പ്രദീപ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും തോട്ടക്കര അസ്ന ഫർണിച്ചർ മാളും ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ വൃക്കരോഗ നിർണയ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അസ്ന ഫർണിച്ചർ മാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. BPL കാർഡുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുന്നതിനും കണ്ണട നിർദ്ദേശിക്കുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകൾ നൽകുന്നതിനുമുള്ള സൗകര്യവും ക്യാമ്പിലുണ്ടായിരുന്നു. ഐ കെയർ ഹോസ്പിറ്റൽ കോർഡിനേറ്റർ പ്രവീണ പ്രഭാകരൻ, PRO സതീഷ്, വിബിത, അശ്വതി, വിനയ, രേഷ്മ, ഷിഫാന എന്നിവർ നേതൃത്വം നൽകി. അസ്ന ഫർണിച്ചർ മാൾ ഉടമ അബ്ബാസ്, മാനേജർ സുനിൽ പാലക്കോട്ട്, രേണുക, കൃഷ്ണദാസ്, സുജേഷ്, ജിതേഷ്, റിയാസ്, സുനിൽ നന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് പുള്ളിയനിയിൽ 116 മീറ്റർ റോഡ് കോൺക്രീറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ബാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. C. ബിജു, പ്രീത K, മുരളി I എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രദേശത്ത് ഞാൻ വന്നപ്പോൾ ആളുകൾ പരാതി പറയേണ്ടത്. അപ്പോൾ കുറച്ച് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് കാശുകൾ നമുക്ക് കിട്ടും. 2 ലക്ഷം കോൺക്രീറ്റിന്. അതിന് മുകളിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ 2 ലക്ഷം രൂപ വെച്ച് ഇതുവരേക്കും വർക്ക് എത്തി. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു സംഖ്യ വേണം. അത് പഞ്ചായത്തിൽ നിന്ന് ടാറിങ്ങിന് കിട്ടില്ല, കോൺക്രീറ്റിന് കിട്ടില്ല. നമ്മൾക്ക് കിട്ടുന്നത് പിന്നെ MGNRGSൻ്റെ ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് തന്നെ അടുത്ത വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടമായപ്പോഴേക്കും നിങ്ങളോട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റി വീണ്ടും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും നിങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം NSS കോളേജിൽ വീണ്ടും പ്രതിഷേധം. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും SFI പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് KSUവുമാണ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. പ്രശ്നങ്ങൾ അച്ചടക്ക സമിതി അന്വേഷിക്കും. പമ്പിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിളയൂരിൽ കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധം. നിർത്തിവെച്ച കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ കാലിക്കുടങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ചാത്തന്നൂരിൽ നടന്നുവന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. പറളി ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂളുകളിലും പറളിയുടെ തേരോട്ടം. സർക്കാർ ഫണ്ട് ലഭിച്ചില്ല. ലൈഫ് ഭവന പദ്ധതിയിലെ 143 ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കാൻ തുക അനുവദിച്ച് മണ്ണാർക്കാട് നഗരസഭ. ആദ്യ ഗഡു വിതരണം ചെയ്തു. മുഴുവൻ തുകയും നഗരസഭ നൽകുമെന്ന് ചെയർമാൻ. ചെർപ്പുളശ്ശേരിയിൽ വികസന മുന്നേറ്റ ജാഥയുമായി CPM. 3 ദിവസത്തെ ജാഥയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ചെർപ്പുളശ്ശേരിയിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPM നേതാക്കൾ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.